ഈശോയിൽ ഏറ്റവും പ്രിയ സഹോദരരെ, ഇന്ന് നോമ്പുകാലത്തിൻ്റെ രണ്ടാം ഞായറിലേക്ക് പ്രവേശിച്ച് തിരുവചനത്തിലൂടെ തിരുസഭാ മാതാവ് നമുക്ക് നൽകുന്നത് നല്ലൊരു സന്ദേശമാണ്, നല്ലൊരു വചനമാണ് ധ്യാനിക്കുവാനായി നൽകിയിരിക്കുന്നത്. ഈശോയുടെ രൂപാന്തരീകരണത്തെക്കുറിച്ച് പറഞ്ഞ് നാമും രൂപമാറ്റത്തിന് വിധേയമാകുവാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ് ഇന്ന്. ഈശോ തൻ്റെ അരുമശിഷ്യന്മാരായ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറിപ്പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് ഇന്ന് തൻ്റെ രൂപമാറ്റത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് ഈശോനാഥൻ. വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് നിന്ന് നാമും പ്രാർത്ഥിക്കുമ്പോൾ നാമും മാറ്റത്തിന് വിധേയമാക്കപ്പെടും. ലൗകികവും നൈമിഷികവുമായ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കേണ്ടവരല്ല, മറിച്ച് സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അവിടുത്തെ വാഗ്ദാനങ്ങളിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ അനുഗമിച്ചാൽ നമ്മളും അനുഗ്രഹീതരായി മാറും. വിശ്വസ്തയോടെ ചേർന്ന് നിൽക്കുന്നവരെ ദൈവം അത്രയധികം ഉയർത്തുകയും ആ സ്വരം നമുക്ക് കേൾക്കുവാനും ഇടയാവുകയും ചെയ്യും. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൾ എൻ്റെ പ്രിയപുത്രി, ഇവരിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു, ഇവരെ ശ്രവിക്കുവിൻ എന്ന്. ഈ നോമ്പുകാലം ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ വിശ്വസ്തയോടെ ആ നല്ല തമ്പുരാനോട് ചേർന്ന് നിന്ന് ആന്തരികമായ രൂപാന്തരീകരണം പ്രാപിക്കുവാനും സ്വർഗത്തിൽ നിന്നുള്ള സ്വരം കേൾക്കുവാനും ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതിയായിരിക്കട്ടെ.